62, 67, 62 ആ ഒരു ലെവൽ എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് ഇക്കുറി ഉണ്ടാവില്ല, അത് ഉറപ്പിക്കാം. നിസ്സംശയം ഉറപ്പിക്കാം. റൈറ്റ്. ഏതായാലും പക്ഷേ ആം ആദ്മി പാർട്ടി ബെറ്റിംഗ് ഏജൻസികൾ പറയുന്ന പോലെ ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുണ്ട്. അത് സത്യത്തിൽ ആ സാധ്യത സത്യത്തിൽ ഈ ബജറ്റും അതുപോലെ തന്നെ ഈ വെയിറ്റ് റിവിഷന്റെ കാര്യത്തിലും എടുത്തിട്ടുള്ള നീക്കങ്ങൾ, അത് രണ്ടും നല്ല സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. അത് എത്രമാത്രം ഈ തോതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആം ആദ്മി പാർട്ടിയുടെ സ്ട്രെങ്ത് കുറയുന്നുണ്ട്, അവരുടെ സപ്പോർട്ട് ബേസ് പഴയതുപോലെ സ്ട്രോങ് അല്ല എന്നുള്ളത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ട സംഭവമാണ്. BJP-യുടെ ശക്തി വളരുന്നുണ്ട് എന്നുള്ളതും പൊതുവിൽ അംഗീകരിക്കേണ്ട സംഭവമാണ്. പക്ഷെ കേജ്രിവാൾ എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയെ മറികടക്കാൻ പറ്റുന്നൊരു പേഴ്സണാലിറ്റി മറുവശത്തില്ല എന്നുള്ളതും വ്യാപകമായി ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട സാധനമാണ്. അപ്പൊ ഇതിൻ്റെ ഒരു മൊത്തം കണക്ക് വെച്ചിട്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJP ഗെയിംസ് ഉണ്ടാക്കും, പക്ഷെ ആം ആദ്മി പാർട്ടി വീണ്ടും തിരിച്ചു വരും എന്നുള്ളതാണ് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നെറേറ്റീവ് മാറ്റാൻ ഈ രണ്ട് സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സന്തോഷ് പറയുന്നത് പോലെ നമുക്ക് 8-ാം തീയതി വരെ കാത്തിരിക്കേ വഴിയുള്ളൂ. അല്ലെങ്കിൽ 5-ാം തീയതി വോട്ടിംഗ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റിയേക്കും. എൻ്റെ ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 67 സീറ്റ് കിട്ടിയ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടിംഗ് ട്രെൻഡ് കണ്ടു ഉച്ചയ്ക്ക് 1 മണിക്ക് 65+ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഫോളജിസ്റ്റ് എൻ്റെ സുഹൃത്തുണ്ട്. അദ്ദേഹം ഇപ്പോഴും ഫീൽഡിലുണ്ട്. അപ്പം അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കൂടെ നോക്കണം എനിക്ക്. അപ്പം എന്തായാലും നമുക്ക് 5-ാം തീയതിക്ക് മുമ്പേ നമുക്ക് എന്തായാലും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇലക്ഷനാണ്, പക്ഷേ അഡ്വാൻറ്റേജ് ആപ്പ് എന്നുള്ളതായിരുന്നു തുടക്കം മുതൽ നെറേറ്റീവ്. ഈ രണ്ട് സർജിക്കൽ സ്ട്രൈക്ക് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. രാജീവിനോ ബിജെപിക്ക് ഇപ്പം ഡൽഹി ഇലക്ഷനിൽ ആരെയും ഭയമില്ല. BJP-ക്ക് അമിത വിശ്വാസമാണ് ഓർഗനൈസേഷന്റെ മേളിലും അവരുടെ ധനബലത്തിന്റെ മേളിലും എല്ലാത്തിനും മേലും. അവർക്ക് ഏറ്റവും കൂടുതൽ ഭയം അവരുടെ വോട്ടർ മേളിലാണ്. അവർ പറയുന്ന ഒരു BJP ലീഡർ എന്നോട് മെനങ്ങാന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഭയം ഞങ്ങളുടെ വോട്ട് ബേസ് ആണ്. കാരണം ഞങ്ങളുടെ വോട്ട് ബേസ് മിഡിൽ ക്ലാസ്, ഒരു ദിവസം അവധി കിട്ടിയാൽ ജിം കോർബറ്റ് ഷിംല കറങ്ങാൻ പോകും. അതേസമയത്ത് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വോട്ട് ബേസ്, അവർക്ക് അവധി കിട്ടിയാൽ ഒരിടത്ത് കറങ്ങാൻ ഡൽഹി വിട്ട് പോകാനുള്ള പൈസ ഇല്ല, അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. അവർ ഇലക്ഷൻ്റെ അന്നും കാണും. അത് മാത്രമല്ല, ഈ അരവിന്ദ് കെജ്രിവാളിന്റെ വോട്ടർ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭയമില്ലാത്ത ഒരു സപ്പോർട്ട് ബേസ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കണ്ടത്, റിക്ഷക്കാര് ഈ EVM സൂക്ഷിച്ചു വെക്കുന്ന സ്കൂളുകളുടെ മുമ്പിൽ റിക്ഷക്കാർ 24 മണിക്കൂർ സർവൈലൻസ് നടത്തുന്നു. കാരണം എന്തുവാ, രാത്രി എന്തും പ്രശ്നം ഉണ്ടാക്കും അമിത്ഷായുടെ BJP-ക്കാരെന്ന് പറഞ്ഞുകൊണ്ട് 24 മണിക്കൂർ റിക്ഷക്കാർ അവിടെ കിടപ്പാം. അപ്പൊ അങ്ങനെയുള്ള ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട് ബേസ് അരവിന്ദ് കെജ്രിവാളിനുണ്ട്. അതാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഹോപ്പും എന്നുള്ളൊരു കാര്യം സംശയമില്ല.